പ്രഭാഷകൻ അധ്യായം 29. കടവും ദാനവും. കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും. അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. വാക്കു പാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണുകിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നതുവരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവൻ അത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചതു തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ചു നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യൻ അയൽക്കാരനു വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ. ജാമ്യക്കാരൻ്റെ കാരുണ്യം വിസ്മരിക്കരുത്. അവൻ തൻ്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരൻ്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അത് അവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു. പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാൻ ഇടയാക്കി. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനൊത്ത് അയൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യൻ്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. വീടു തെണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്. വായ് പൊത്തി നിൽക്കേണ്ടി വരും. അന്യവീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ് നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല പരുഷവാക്കുകളായിരിക്കും നീ കേൾക്കുക. ഹേ മനുഷ്യ, വന്നു മേശയൊരുക്കൂ, എടുത്തു വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാന്യനു വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരുക. എൻ്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമർണന്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. പ്രഭാഷകൻ അധ്യായം 30. കുട്ടികളുടെ ശിക്ഷണം. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുൻപിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുൻപിൽ അവന് അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ടു സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്.
മകനെ വഷളാക്കുന്നവന് മുറിവ് വച്ചു കെട്ടേണ്ടി വരും. അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ല് ഞെരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലേ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. ആരോഗ്യം. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യ ദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും. ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവൻ്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ ഘ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. കന്യകയെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ടനെ പോലെ തന്നെ. സന്തോഷം. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സും ആണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു.